ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. റൈസിൽ ചേർത്ത് കൊടുക്കാൻ പറ്റിയ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സവാളയും കുറച്ച് ബീൻസും ക്യാരറ്റും ഉണ്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു 3/4 ഭാഗത്തോളം കുക്കാവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിൽ കുക്കായി വന്നാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങോട്ട് വേവിച്ചെടുക്കരുത്. ഇനി ഇതിലേക്ക് മുട്ട കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങളെടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വെജിറ്റബിൾസിൻ്റെയും എഗ്ഗിൻ്റെയൊക്കെ അളവ് നിശ്ചയിക്കുക. ഞാനിപ്പോൾ വലിയ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ടിയിട്ടാണ് 3 എഗ്ഗും ഇത്രയും വെജിറ്റബിൾസും എടുത്തിട്ടുള്ളത്. സ്പൈസിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സാക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ബസ്മതി റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഈ ഒരു റൈസ് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവത്തിൽ വേവിച്ചെടുക്കരുത് കേട്ടോ. ഒരു 90% വേവിച്ചെടുത്താൽ മതിയാവും. ഇനി വെജിറ്റബിൾസൊക്കെ റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒത്തിരി വെജിറ്റബിൾസൊക്കെ അവരെ വയറ്റിലേക്ക് ചെയ്യുകയും ചെയ്യും. 3 ലഞ്ച് ബോക്സുകളിലേക്കായിട്ട് ഞാൻ ഈ ഒരു റൈസ് മാറ്റുന്നുണ്ട്. ഇതിന് കൂടെ വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം വെജിറ്റബിൾസും എഗ്ഗൊക്കെ ഇതിൽ ചേർത്തുകൊണ്ട് തന്നെ സാലഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്തിട്ടുള്ള കുക്കുംബർ കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.